നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ മനസ്സിൽ ഈ റിലേഷനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് ഈ റീഡിംഗ് കാണാം കേട്ടോ. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ത്രീ ഓഫ് സോർഡ്സ് എനർജിയാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ്, എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ്, ഫോർ ഓഫ് പെന്റിക്കിൾസ്, ത്രീ ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, Seven of Swords, Seven of Wands, Page of Swords, Six of Wands, റിമൈനിസൈസിങ് എന്ന് കാണിക്കുന്നുണ്ട്, ഫോർഗീവ്നെസ് എന്ന് കാണിക്കുന്നുണ്ട്, റിഗ്രറ്റ്, ഡെസ്റ്റിനി, ഡാമേജ്, എസ്കേപ്പ്, ഷാഡോ സൈഡ്. ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇപ്പോൾ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിലോട്ട് വന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനും നല്ലൊരു ബോണ്ടിങ്ങിലൂടെയും പോയിരുന്ന ഒരു റിലേഷനാണിത് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ആവാനാണ് കൂടുതൽ ചാൻസ് കേട്ടോ. അപ്പോൾ ആ ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ട് അല്ലെങ്കിൽ ചിലർക്ക് നോ കോണ്ടാക്ട് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഇവർ പോയിട്ടുള്ളത് ഇവരൊരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലുള്ള ജോബിലോട്ട് മാറി, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു നിങ്ങളുടെ റിലേഷനിലോട്ട് വരുന്നതിന് മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഇവർ ഒരു ഹയർ ലെവലിലോട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഇവരൊരു ഗ്രോത്തിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരൊരു സക്സസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവരിപ്പോൾ നല്ലൊരു ഇവർ ആഗ്രഹിച്ച ജോബ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടി. അങ്ങനെ ഇവരൊരു ചിലപ്പോൾ ചിലർ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരിക്കാം, വിദേശത്തോട്ട് ജോലി സംബന്ധമായിട്ട് പോയിട്ടുണ്ടായിരിക്കാം, നല്ലൊരു പൊസിഷനിലെ ജോബിലോട്ട് ഇവർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഇവർ എത്തിയതിന് ശേഷമാണ് ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലോട്ട് ഈ റിലേഷൻ പോയിട്ടുള്ളത്. അങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ചയിൽ നിങ്ങൾ മാനസികമായിട്ട് ഇവിടെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. അത്രയും വിഷമത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ കടന്നു പോകുന്നത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ ഇവിടെ ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ അതായത് ഇവരിപ്പോൾ നിങ്ങളോട് ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെയൊക്കെ പോകുമ്പോൾ അവർ നിങ്ങളോട് ചെറുതായി ഒരു അകൽച്ച ഇട്ട് തുടങ്ങിയപ്പോൾ, അതായത് ഇവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ജോബ് സംബന്ധമായിട്ട്
ആയിട്ടുള്ള ഒരു നല്ലൊരു പൊസിഷനൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംസാരങ്ങളിൽ നിങ്ങളുടെ റിലേഷൻ ചെറുതായി ഒരു ഡാമേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ഒരു സിറ്റുവേഷനായി വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു എൻജോയ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫീലിങ്സ് ഒന്നും അവർക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവരെ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് കറങ്ങി അല്ലെങ്കിൽ അത്രയും ഒരു ഹാപ്പി ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അവർ ഒരു ഹാപ്പി ആയിട്ട് നിങ്ങളില്ലെങ്കിലും ആൾ ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് സോഡ്സ് ആണ്. ഒരു അകൽച്ച നന്നായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റിലേഷനിൽ നിന്ന് എന്നാണ് കാണിക്കുന്നത്. നല്ലൊരു അകൽച്ച, ഒരു ഡിസ്റ്റൻസ് ഇവിടെ ഫീൽ ചെയ്യുന്നു. വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും എല്ലാം അത് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവിടെ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു എസ്കേപ്പ് ചെയ്യുന്ന, അതായത് ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ ഈ റിലേഷൻ വിട്ടു പോകാൻ അവർ ആഗ്രഹിക്കുന്നു, ഇതിൽ നിന്ന് അവർ എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഓരോരോ പ്രവർത്തികളും അവരുടെ പെരുമാറ്റവും അവരുടെ എന്താ പറയുക അവർ നിങ്ങളോട് കാണിക്കുന്ന അവരുടെ ഓരോ സംസാരമായിക്കോട്ടെ പെരുമാറ്റം ആയിക്കോട്ടെ എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജാണ് മുന്നോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു കിങ് ഓഫ് വാൺസ് എനർജിയാണ്. എന്ത് കാര്യത്തിലും അവരൊരു വിട്ടുവീഴ്ച ചെയ്യാതെ, അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായാൽ പോലും നിങ്ങളോട് അത് അവർ അംഗീകരിക്കാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ റിലേഷൻ നിന്നാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇവർക്ക്. ഓക്കെ, ഇവർക്കിപ്പോൾ അങ്ങനെ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ നിന്നോളണം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, അല്ലാതെ ഇവർക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നിൽക്കണം എന്നുള്ള നിർബന്ധമില്ല. നിങ്ങൾ വിട്ടുപോയാൽ അവരത് വല്ലാണ്ട് ബാധിക്കുന്നതായിട്ടൊന്നും ഇവർ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളോട് പെരുമാറുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ, അതായത് നിങ്ങൾ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇഷ്യൂസ് ആയിട്ട് രണ്ടുപേരും മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവരിലുള്ള എന്താണ് അവരുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇവരുടെ ഫാൾസ് എന്തൊക്കെയാണ്, ഇവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവർ ഏത് രീതിയിലാണ് നിങ്ങളോട് ബിഹേവ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ 4 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ മാറി നിൽക്കാൻ തുടങ്ങി. നിങ്ങൾ അധികം ഈ പേഴ്സണെ ചേസ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവരുടെ പിറകെ പോവുമോ ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അതൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി കൂടാൻ ശ്രമിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പിറകെ നടക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തി. ഓക്കെ, ആ ഒരു പരിപാടി നിങ്ങൾ നിർത്തിയപ്പോഴേ ഇവരിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, ഇവരെന്തൊക്കെയോ മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നം വന്നത് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണ് വരുന്നു എന്നുള്ളതാണ്. അവർ റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നം എന്താണ് അവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എന്നുള്ളത് അവർ മനസ്സിലാക്കി തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു ഫൊർഗീവ്, അവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് നിങ്ങൾ ഫൊർഗീവ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസും അവർക്കുണ്ട് കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ എന്നുള്ളൊരു രീതിയിൽ നിന്ന ഒരാളിൽ നിന്ന് ഒരുപാട് ചേഞ്ച് അവർക്ക് വന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ റിമൈനിസൈസിങ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾ ഓരോ ജോക്സ് പറഞ്ഞതും സംസാരിച്ചതും നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങളുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്ങും എല്ലാം അവർക്ക് ഇപ്പോൾ അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഓർമ്മകളിലൂടെയാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഈ ഒരു അകൽച്ചയിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു വാല്യൂ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളില്ലെങ്കിലും ഓക്കെ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോയിരുന്ന ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ 6 ഓഫ് വാൺസ് എനർജിയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു എനർജിയാണ് കേട്ടോ. അത് വാൺസ് എനർജി, 6 ഓഫ് വാൺസ് നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഏഞ്ചൽസിൻ്റെ.
യെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിൽ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് യെസ് എന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മനസ്സിൽ വെച്ചെന്നുണ്ടെങ്കിൽ വരും എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻ സക്സസ്സിലോട്ട് പോകും. നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ അകന്ന് നിന്ന് ആ ഒരു അകൽച്ചയിൽ വ്യത്യാസം വരും. അവർ നിങ്ങളേക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. ഡോണ്ട് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സ് മടുത്തിയ റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ഇത് എൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ള ചിന്തയിലോട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, നിങ്ങളിത് നിർത്തിവെക്കുക. അതായത് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു എന്താ നമ്മൾ അതിനൊരു ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി എന്നാണ്. നിങ്ങൾക്കൊരു റിയൂണിയനിലോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴ് നിങ്ങളോട് കാണിച്ച ഒരു അകൽച്ചയിൽ നിന്നും മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അങ്ങനെ ഈ പേഴ്സണിൻ്റെ അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ അവർ ഈ റിലേഷൻ ഇനിയും ആഗ്രഹിക്കുന്നു എന്നുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയിരത്തി 1993 ഉത്രട്ടാതി, അവിട്ടം, 1989 നവംബർ, രോഹിണി, 1990, ലെറ്റർ ബി, ലെറ്റർ എഫ്, ലെറ്റർ വൈ, തൃക്കേട്ട, തിരുവാതിര, ഏപ്രിൽ, മെയ്, 2001, അശ്വതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.